എല്ലാ കൂട്ടുകാർക്കും സ്കോർ റിലീവ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് നോക്കി കാണുക. അത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, എക്സാമിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന ഈ വീഡിയോയുടെ പുറകെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ ഒന്ന് എന്ത് ചെയ്യുക, ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആയി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ചാടിക്കേറി അപ്ലൈ ചെയ്യരുത്. ഒരു മാസത്തോളം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ഒരു മാസം കൊണ്ട് ഈ എക്സാം എന്താണെന്ന് മനസ്സിലാക്കി, എക്സാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി, എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു എക്സാമിന് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സാം പഠിച്ച് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് പോയി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാം കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ വെക്കരുത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയം തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ചാടിക്കയറി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ NTPC പരീക്ഷയെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തും. നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കുട്ടികൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ്, ആദ്യമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് എക്സാമിനെ പരിചയപ്പെടുന്നുണ്ടായിരിക്കും. എക്സാമിന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ ഇതിന് പുറകെ തന്നെ നമ്മൾ വീഡിയോസിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒക്ടോബർ 21 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക്, അതായത് ചൊവ്വാഴ്ച 7 മണിക്ക് NTPC നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈവ് വെബിനാർ ആയിരിക്കും. അതിനകത്ത് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ NTPC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട്, ഇതിന്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, പോസ്റ്റ്, സോണ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഡോക്യുമെന്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സംശയമുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മുടെ അടുത്ത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പരമാവധി എല്ലാ കുട്ടികളും ഈ വെബിനാറിനകത്ത് പങ്കെടുക്കാനായിട്ട് നോക്കുക. ഇനി ഇന്നത്തെ സെഷൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഡേറ്റുകൾ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഡേറ്റുകൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എക്സാമിന്റെ വിദ്യാഭ്യാസ യോഗ്യത, ക്വാളിഫിക്കേഷൻ, പോസ്റ്റുകൾ, വേക്കൻസീസ്, ഏതൊക്കെ പോസ്റ്റിനാണ് ഏതൊക്കെ വേക്കൻസീസ് ആണ് ഉള്ളതെന്നുള്ളത്, എക്സാമിന്റെ സ്റ്റേജസ്, പാറ്റേൺ, എക്സാമിന്റെ സിലബസ്, അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും കവർ ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 21. ഒക്ടോബർ 21-നാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ ലൈവ് ആവുന്നത്. 21 RRBകളാണ് നമുക്കുള്ളത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് കണ്ടക്ട് ചെയ്യുന്ന ഈ പരീക്ഷകൾ 21 RRBകളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 21 RRBകളിലായിരിക്കും നിങ്ങളുടെ വേക്കൻസീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടാവുക. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു RRB നോക്കി, ആ RRBയിൽ ഇതുവരെ എക്സാം അപ്ലൈ ചെയ്യാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധയോടെ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 21-ന് നിങ്ങളുടെ അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആവും. നിങ്ങൾക്ക് നവംബർ 20-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു മാസം സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നല്ലപോലെ ആലോചിച്ച്, ഇതിനകത്ത് പോസ്റ്റുകൾ ഉണ്ട്, എത്ര പോസ്റ്റുകളിലേക്കാണ് ഈ എക്സാം വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വഴിയെ തന്നെ കാണാം. അപ്പോൾ ആ പോസ്റ്റുകൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടെ കൊടുക്കേണ്ട കാര്യമാണ്. തോന്നിയ പോലെയൊക്കെ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എക്സാമിന് പഠിച്ച് കയറിയാലും എക്സാം ക്ലിയർ ചെയ്താലും ചിലപ്പോൾ ജോലി കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2 ഡേറ്റുകളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒക്ടോബർ 21-ന് സ്റ്റാർട്ട് ചെയ്യുന്നു, നവംബർ 20-ന് വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഒരു മാസം സമയമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ആ സമയം വളരെയധികം ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനത്തിൽ എത്തിയതിനു ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 3 ക്രൈറ്റീരിയയാണ് നമ്മുടെ RRB മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് ഏജ്. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഗ്രാജുവേറ്റ് ലെവൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൽ 18 വയസ്സ് തൊട്ട് 33 എന്ന് പറയുന്നത് UR-കാർക്കുള്ള ഏജ് ക്രൈറ്റീരിയയാണ്. ജനറൽക്കാർക്കും EWS-കാർക്കുമാണ് 18 വയസ്സ് മുതൽ 33 വയസ്സ് എന്ന് പറയുന്ന ഒരു ഏജ് കാറ്റഗറി ഉള്ളത്. നിങ്ങൾ OBC-കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ എത്രയായിരിക്കും, 36 വയസ്സായിരിക്കും. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ആയിരിക്കും നിങ്ങളുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രായപരിധിയിലുള്ള കുട്ടികൾക്കാണ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രി മതി എന്നാണ് ക്വാളിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സോ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള OBC-കാരോ, 18 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള SC/ST-കാർക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. A2 മുതൽ C2 വരെയുള്ള സ്റ്റാൻഡേർഡ്സിലേക്കുള്ള പോസ്റ്റിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റ് മുതൽ C2 വരെയുള്ള അങ്ങേയറ്റം മെഡിക്കലി ലിബറൽ ആയിട്ടുള്ള C2 സ്റ്റാൻഡേർഡ് ആണ് ഏറ്റവും ലിബറൽ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെയുള്ള പോസ്റ്റുകളിലേക്കായിട്ട് ഈ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ക്രൈറ്റീരിയാസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഒരു പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് 18 വയസ്സ് തൊട്ട് 33 വയസ്സിനിടയിലുള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അപ്ലൈ ചെയ്താൽ ഈ എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ആ ഓരോ പോസ്റ്റും ഡിമാൻഡ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്തിരിക്കണം. അതിന് നിങ്ങൾ എലിജിബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാം. അവിടെ ചെല്ലുമ്പോൾ മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? അവർ മടക്കി അയക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ചാടിക്കറി അപ്ലൈ ചെയ്യരുതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോസ്റ്റുകൾ ആൻഡ് വേക്കൻസീസ്: സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, CCTS തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികളാണ് ഇതിനകത്തുള്ളത്. ഇതിന്റെ എല്ലാം സാലറി പേ ലെവൽ 6 തൊട്ട് താഴത്തേക്കാണ് ഇതിന്റെ പേ ലെവൽ എന്ന് പറയുന്നത്. പേ ലെവൽ 6 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഗ്രാജുവേറ്റുകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ശമ്പളമുള്ള റെയിൽവേയിൽ തന്നെ അല്ലെങ്കിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിൽ തന്നെ ഏറ്റവും നല്ല ശമ്പളം കിട്ടാവുന്ന ഒരു പേ ലെവലാണ് പേ ലെവൽ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 35,000 ചിലാനുമാണ് അതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ DA എന്ന് പറയുന്നത് 58%. അപ്പോൾ ഈ ബേസിക് പേയുടെ പുറത്ത് ഈ 58% DAയും മറ്റ് അലവൻസുകൾ HR, TA തുടങ്ങിയ അലവൻസ് എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു വലിയൊരു സംഖ്യ തന്നെ, സാമാന്യം ഭേദപ്പെട്ട ഒരു സംഖ്യ തന്നെ നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഒരു ജോലിയാണ് റെയിൽവേയിലെ ഈ NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത്രയും പോസ്റ്റുകളിലേക്കായിട്ട് 5000 ചില ഒഴിവുകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 8000 ഒഴിവുകളിലേക്കാണ് ഗ്രാജുവേറ്റ് വിളിച്ചിരിക്കുന്നത്. ഓരോ വർഷവും എക്സാം കണ്ടക്ട് ചെയ്തിട്ട് പോലും കാര്യമായിട്ടുള്ള ഒരു ഇടിവൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേക്കൻസിയിൽ കുറഞ്ഞു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഞാൻ എന്തായാലും കയറിയിരിക്കും, നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും വേക്കൻസി എന്നുള്ളത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ക്ലിയർ ചെയ്യും, എന്തായാലും ഞാൻ പഠിച്ചിരിക്കും, എന്തായാലും ഞാൻ നേടിയിരിക്കും എന്നുള്ള ഉറപ്പോട് കൂടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പോസ്റ്റുകളിലേക്കാണ് എക്സാം വിളിച്ചിരിക്കുന്നത്. ഈ ഓരോ പോസ്റ്റ് എന്താണെന്നുള്ളതും ആ ഓരോ പോസ്റ്റിന്റെയും ജോബ് നേച്ചർ എന്താണെന്നുള്ളതും അവർക്ക് കിട്ടുന്ന സാലറി എത്രയാണെന്നുള്ളതും എവിടേക്കായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ളത് അറിയിക്കുക, അതിനകത്തുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോസ്റ്റും വേക്കൻസീസും നിങ്ങൾക്ക് വ്യക്തമായി. ഇനി എക്സാമിന്റെ സ്റ്റേജുകൾ ഈ കൊടുത്തിരിക്കുന്നതാണ് എക്സാമിന്റെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ടയർ 1 ഉണ്ടായിരിക്കും, ഒരു ടയർ 2 ഉണ്ടായിരിക്കും. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക്, സ്റ്റേഷൻ മാസ്റ്റർ പോലെയുള്ള ചില പോസ്റ്റുകൾക്ക് എന്തുണ്ടായിരിക്കും, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും. ചില പോസ്റ്റുകൾക്ക് ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ DV. എന്നാൽ ഈ തേർഡ് സ്റ്റേജ് CBAT ആൻഡ് ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ആ സ്റ്റേജ് ഇല്ലാത്ത പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് ട്രെയിൻ മാനേജറോ CCTS പോലുള്ള പോസ്റ്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ട, ടയർ 1 ടയർ 2 കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ ആൻഡ് DV ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഞാൻ അവിടെ താഴെ കൊടുത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടയർ 1 നിന്നും ടയർ 2 ക്വാളിഫൈ ആവുന്ന ആളുകൾ, നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റിന്റെ 15 ഇരട്ടി ആളുകളെ RRB എന്ത് ചെയ്യും, ടയർ 1 ക്വാളിഫൈ ചെയ്ത് ടയർ 2 എത്തും. ടയർ 1 പ്രത്യേകത എന്താണ്? ടയർ 1 ഈസ് ക്വാളിഫൈയിങ് ഇൻ നേച്ചർ. അതിന്റെ മാർക്ക് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയായിരിക്കും. നിങ്ങൾ കമ്പ്യൂട്ടറിന് മുന്നിൽ ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളുടെ മുന്നിൽ 90 മിനിറ്റ് ഉണ്ടായിരിക്കും, 1.5 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും, 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്നൊരു കട്ട് ഓഫ് നിശ്ചയിച്ച് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ആളുകളെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ടയർ 2 എഴുതിക്കുന്നു. ഓക്കെ, അത് വേക്കൻസിയുടെ 15 ഇരട്ടി ആളുകളെ ആയിരിക്കും ടയർ 1 ക്ലിയർ ചെയ്യിപ്പിക്കുക. പൊതുവിൽ RRB അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിഗ്രി ലെവൽ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷ പോലെ തന്നെയാണിത്. ഫസ്റ്റ് ടയർ എന്താണ്, പ്രിലിമിനറി നേച്ചർ മാത്രമാണ്, അതിന് ക്വാളിഫൈയിങ് നേച്ചർ മാത്രമാണ്. പക്ഷേ ഇപ്പൊ മൾട്ടിപ്പിൾ പോസ്റ്റിലേക്ക് കേരള PSC കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റ്, SI, എക്സൈസ് തുടങ്ങിയവയ്ക്കെല്ലാം കൂടെ ചേർത്ത് ഒറ്റ പരീക്ഷയാണ് കണ്ടക്ട് ചെയ്യുന്നത് വിചാരിക്കുക, കേരള ലെവൽ ഡിഗ്രി പ്രിലിംസ്. അതിലെ എല്ലാ കട്ട് ഓഫും ക്ലിയർ ചെയ്താലല്ലേ നിങ്ങൾക്ക് എല്ലാത്തിനും മെയിൻസ് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ CBT 1 നിങ്ങൾ എല്ലാ കട്ട് ഓഫും, നേരത്തെ കാണിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ എല്ലാ പോസ്റ്റും നിങ്ങൾക്ക് മെയിൻസ് എഴുതാം. ഒരു പോസ്റ്റിന്റെ കട്ട് ഓഫ് മാത്രമാണ് നിങ്ങൾ ടയർ 1 ക്ലിയർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മെയിൻസ് മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഈവൻ ടയർ 2 ചിലപ്പോൾ നിങ്ങൾ നല്ല മാർക്ക് വാങ്ങിച്ച് ഈ പറഞ്ഞ ബാക്കി എല്ലാ പോസ്റ്റിനേക്കാളും മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ കൂടെ നിങ്ങൾ ടയർ 1 ഒറ്റ പോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ടയർ 1 തൊട്ടേ ഉഷാറായിട്ട് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ?
അതിനുശേഷം CBAT. ഇനി ടയർ 2-ൽ നിന്ന് CBAT-ലേക്കും ടൈപ്പിംഗ് ടെസ്റ്റിലേക്കും വേക്കൻസി 8 ഇരട്ടി ആളുകൾ എടുക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് DV. മെഡിക്കലും DVയും മറ്റൊരു സ്റ്റേജ് ആയി തന്നെ പരിഗണിക്കണം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂ ഒക്കെ നോക്കുമ്പോൾ അവർ പറയുന്നതും അതേ സംഭവം തന്നെയാണ്. നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷത്തെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ക്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ഇന്റർവ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അവരെങ്ങനെയാണ് മെഡിക്കലിനെയും DVയെയും ഒക്കെ ടാക്കിൾ ചെയ്തെന്നുള്ളത്. ഓക്കെ, ഈ എല്ലാ സ്റ്റേജിലും സ്കോറിന്റെ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് തരുന്നുണ്ടായിരിക്കും. സ്കോറിന്റെ ഭാഗമാവാനായിട്ട് നിങ്ങൾ തുടക്കം തൊട്ട് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും നമ്മുടെ കണ്ടന്റ് ഫോളോ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് എക്സാം സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ടയർ 1-നും ടയർ 2-നും ടയർ 1 90 മിനിറ്റിന്റെ പരീക്ഷയാണ്. 100 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. 40 മാർക്ക് GK-ക്കാണ്. 40 മാർക്ക് GK-ക്കാണ്. 30 മാർക്ക് മാത്സ് ആണ്. 30 മാർക്ക് റീസണിംഗ് ആണ്. 100 ചോദ്യങ്ങൾ, 100 മാർക്ക്, 1.5 മണിക്കൂറിന്റെ പരീക്ഷ, നെഗറ്റീവ് മാർക്ക് -1/3. 1/3 ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് കുറയാനായിട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ 3 ചോദ്യങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ നേടിയ മാർക്കിൽ നിന്നും 1 മാർക്ക് പോയി എന്ന് സാരം. ഓക്കെ, സിമിലർ സിനാരിയോ തന്നെയാണ് CBT 2-ന്. പക്ഷെ അവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടി. 120 ചോദ്യങ്ങൾ, 120 മാർക്ക്, 90 മിനിറ്റ് തന്നെ, 1.5 മണിക്കൂർ കൊണ്ട് 120 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. GK-യുടെ മാർക്ക് 10 മാർക്കോളം വർദ്ധിച്ച് 50 മാർക്കായി. 35 മാർക്ക് മാത്സിനും 35 മാർക്ക് റീസണിങ്ങിനും വെച്ചിട്ടാണ് ടയർ 2 ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി. ഇതിൽ പല കുട്ടികൾക്കും പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ GK കാര്യമായിട്ടൊരു ഫോക്കസ് കൊടുക്കില്ല. മാത്സ് റീസണിങ് സ്ട്രോങ് ആക്കിയിട്ട് അത് വെച്ചുകൊണ്ട് NTPC ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്, കുറച്ച് പേരെങ്കിലും ഉണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇത്തവണത്തെ NTPC ടയർ 2 എഴുതിയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും എന്താ കാര്യം. കാരണം 35 കൂടെ ചേർത്താൽ നിങ്ങൾക്ക് ടയർ 2-ൽ 70 മാർക്കാണ് കിട്ടുന്നത്. 120-ൽ 70 മാർക്ക്. ബാക്കി ഇത്തവണത്തെ NTPC CBT 2-ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പിള്ളേർ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നത് കൊണ്ട് തന്നെ 80 മാർക്കിന് 85 മാർക്കിന് മുകളിലാണ് ഭൂരിപക്ഷം കുട്ടികൾ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 70-ന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GK നല്ല രീതിയിൽ ഗ്രിപ്പ് ഉള്ളവർക്കാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തുടക്കം തൊട്ടേ GK പോലെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ മാത്സിലും റീസണിങ്ങിലും ഗ്രിപ്പുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, GK കൂടുതലായിട്ട് പഠിക്കണം. നിങ്ങൾ GK ഗ്രിപ്പുള്ള ആളുകളാണെങ്കിൽ മാത്സ് റീസണിങ്ങിൽ ഈ പറയുന്ന 30-ൽ ഫസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ 60-ൽ 55-ൽ കൂടുതൽ ചോദ്യങ്ങൾ ശരിയാക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആക്യുറസി ലെവലിനെ കൊണ്ടുവരണം. തിരിച്ചും നിങ്ങൾ GK പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ GKയും ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യണം, പഠിക്കണം. ഇതാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സിലബസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ആനുകൂല്യമാണ് NTPC എക്സാമിനുള്ളത്. എന്താണത്? 2 ടയറിനും ഒറ്റ സിലബസ് ആണ്. CBT 1-നും CBT 2-നും ഒറ്റ സിലബസ് ആണ്. നിങ്ങൾ ഒരേ കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തുടക്കം തൊട്ടേ നിങ്ങളുടെ ലക്ഷ്യബോധം വളരെ കൃത്യമാണ്. ഇത്രയും സിലബസ് എനിക്ക് കവർ ചെയ്യണം ടയർ 1-ന് മുന്നേ, ടയർ 2-ന് മുന്നേ അതേ സിലബസ് തന്നെ എനിക്ക് കവർ ചെയ്യണം. ഞാൻ ആകെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്താണ്, കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. കൂടുതൽ റിവിഷൻ ചെയ്യണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ആക്യുറസി കൂട്ടിക്കൊണ്ടുവരണം. ഈ കാണുന്ന മാത്സ് റീസണിങ്ങിനും ജനറൽ അവയർനെസ്സിനും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങൾ തരുന്നുണ്ടായിരിക്കും. മാത്സ് എങ്ങനെ പഠിക്കണം, റീസണിങ് എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. ഇതാണ് എക്സാമിന്റെ സിലബസ്. 2 CBTസിനും സെയിം സിലബസ് ആണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്ലിംസ് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇനി അപ്കമിങ് വീഡിയോസ് എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബിനാർ, ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അടക്കം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വെബിനാർ ഒക്ടോബർ 21 7 മണിക്ക് ലൈവിൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ക്വയറീസ് എല്ലാം ചോദിക്കാവുന്നതാണ്. അതിനുശേഷം എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും, എങ്ങനെ പഠിച്ചു തുടങ്ങണം, പഠിക്കേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് തുടങ്ങിയ വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അത് മാത്രമല്ല, പലർക്കും അറിയാം, പലരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്, പല കുട്ടികളും അറിയാത്തവരുണ്ടായിരിക്കും. നമുക്കൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, സ്കോർ റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഓപ്പൺ ചാറ്റ് റൂം അടങ്ങുന്ന ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് 1200ഓളം കുട്ടികൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സംശയങ്ങൾ പരസ്പരം ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്മിനെ ആരെങ്കിലും ടാഗ് ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് മറുപടി തരുന്നുണ്ടായിരിക്കും. അപ്പം ഈ രീതിയിൽ സ്കോറിനെ തുടക്കം തൊട്ട്, ഈ എക്സാമിന്റെ പ്രിപ്പറേഷനിൽ തുടക്കം തൊട്ട് നമ്മളെ ഫോളോ ചെയ്ത് ഇത്തവണത്തെ NTPC എക്സാം സ്കോറിനോടൊപ്പം തന്നെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, സജ്ജരാകുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.